ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 AM മിഥുനം രാശിയിൽ നിൽക്കുന്ന ആ സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന ആ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നു. കർക്കിടകം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഏറ്റവും ബലമുള്ള ഉച്ച രാശിയാണ്. ഓരോ ഗ്രഹത്തിനും ഉച്ചം, നീചം, മൂലത്രികോണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ഏറ്റവും ബലം കൂടിയ രാശിയിലേക്ക് വ്യാഴം അത് ഒരു വർഷത്തേനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു വർഷം കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഭാഗ്യങ്ങൾ തരിക ധനസ്ഥാനമായ 2-ാമിടത്ത് അത് ഉച്ചം ചെയ്ത് സ്ഥിതി ചെയ്യുക ഒരു വർഷം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രാശി എവിടെയാണ് നിൽക്കുന്നത്, ആ ദൃഷ്ടി എങ്ങോട്ടാണ്, അത് ഏതേത് ഭാവങ്ങൾക്കാണ്, ആ ഭാവങ്ങളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിജയങ്ങളാണ് വന്നു ചേരുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. ഓരോ ദിവസവും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം. മനുഷ്യജീവിതമായാൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ട ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിജയം നേടിയെടുക്കുവാൻ ഇവയൊക്കെയാണ് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വിചിന്തനം ചെയ്യുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടകശനി ഉള്ള സമയമാണ്. ഈ കണ്ടകശനി എന്ന് പറയുന്നത് വളരെ അലസതയും അതുപോലെ തന്നെ സ്വന്തം കാര്യം ആണെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അതുപോലെ അലസത വന്നു വിടുക അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുണ്ടാകാതെ ശരിയായ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സജ്ജമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പ്രവർത്തന സജ്ജമാക്കുവാൻ വേണ്ട ഗ്രഹങ്ങളായ ചൊവ്വായും ശുക്രനും ബുധനും സർവേശ്വരകാരകനായ വ്യാഴവുമൊക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ പൂർണ്ണ ബലവാന്മാരായിട്ട് സഞ്ചരിക്കുന്ന സമയങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ വരും. അപ്പോൾ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഭർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുക്ഷ ദക്ഷിണം, അതായത് കണ്ണുകൾക്ക് തെളിമയുണ്ടാകുക, ബുദ്ധി വികസിക്കുക, വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുക. അത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഒരു വീടായാലും സമൂഹമായാലും അതുപോലെ തന്നെ ഒരു സ്ഥാപനമായാലും, ഗവൺമെൻറ് ഓഫീസോ പ്രൈവറ്റ് മേഖലയോ എന്തുമാകട്ടെ, സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറായാലും മറ്റൊരാളുടെ കീഴ് ജീവനക്കാരനായിട്ട് ഒക്കെ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വളരെ അഭിവൃദ്ധികൾ വന്നു ചേരുന്നു ഈ മിഥുനം രാശിക്കാർക്ക്. അത് ഏറ്റവും പ്രധാനമാണ്. ധനാഗമന യോഗം ഉണ്ടാകും. ആ ധനം വന്നു ചേരുമ്പോൾ കടം വീടുന്നതിനുള്ള യോഗമുണ്ട്, പുതിയ ഗൃഹം വാങ്ങുന്നതിന് യോഗമുണ്ട്, പുതിയ ഗൃഹം പണി കഴിപ്പിക്കുകയോ പുതിയ വാഹനം വന്നു ചേരുകയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരായ സഹോദരിയുടെയോ മക്കളുടെയോ ഒക്കെ വിവാഹം നടത്തുന്നതിന് ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് പുതിയ പുതിയ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയിപ്പിക്കുവാൻ സാധിക്കും. നല്ല സുഹൃത്തുക്കളുടെയും നല്ല ഗുരുക്കന്മാരുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ച് പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ചും
പുതിയ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ്സുകളെക്കുറിച്ചുമൊക്കെ നിർദ്ദേശം ലഭിക്കുക വഴി അത് പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. പൂർണ്ണമായ ദൈവാധീനം, ഏറ്റവും പ്രധാനം ദൈവാധീനം തന്നെയാണ്. ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6ാം ഭാവമായ വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പൂർണ്ണമായിട്ട്. മിഥുനം രാശിയുടെ 6ാം ഭാവമാണ് വൃശ്ചികം രാശി. അപ്പോൾ തസ്കരാരാധി വിഘ്നാദി വ്യാധയച്ച ധനുഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഷഷ്ടത എന്ന ചെറിയ പ്രമാണപ്രകാരം ശത്രുക്കൾ കുറയും. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ശത്രുക്കൾ കൊണ്ട് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാതെ വരിക. ഒരു ജോലിക്ക് ചെന്നാൽ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെയോ മേലധികാരികളുടെയോ നിസ്സഹകരണവും പുച്ഛവും അങ്ങനെയൊക്കെ ഏറ്റുവാങ്ങിയിരുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വ്യാഴമാറ്റത്തോടുകൂടി അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരും. ശത്രുക്കൾ കുറയും. അത് സ്വന്തം വീട്ടിലായാലും അയൽവക്കത്തു നിന്നായാലും, അതുമല്ല ഇനി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ബിസിനസ്, സമൂഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾ, സർവീസ് മേഖല, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെ അതിൽപ്പെടുന്നതാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സർവീസ് മേഖലയിൽ പൊതു ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അവർക്കൊക്കെ ഒരു അംഗീകാരവും മനസമാധാനത്തോടുകൂടി തൊഴിൽ ചെയ്യുവാനും അത് വിജയിക്കുവാനും നല്ല പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാകുവാനൊക്കെ സാധിക്കും. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും പലതരത്തിലുള്ള ഇകഴ്ത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, മോശമായ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവർക്ക് ഈ വർഷം വളരെയധികം സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുവാനും പുതിയ പുതിയ ആവിഷ്കരണ ശൈലികൾ കാഴ്ചവെക്കുവാൻ സാഹിത്യകാരന്മാർ, ചിത്രകാരന്മാർ, ഗായകർ, അതിൻ്റെ അണിയറ പ്രവർത്തിക്കുന്നവർ, അഭിനേതാക്കൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അവർക്കൊക്കെ സാധിക്കും. തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ രോഗാവസ്ഥകൾ മാറുക. പലവിധത്തിലും ചികിത്സ ഫലിക്കാതെ രോഗാദി ദുരിതങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന ധാരാളം ആൾക്കാരില്ലേ? അവർക്കൊക്കെ രോഗങ്ങളൊക്കെ മാറി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടയ്ക്കൊക്കെ ഒരു രോഗം വന്നാൽ തന്നെ അതൊക്കെ ചികിത്സിച്ച് പെട്ടെന്ന് തന്നെ ഭേദമാകുന്നതിനും മനസമാധാനത്തോടുകൂടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ സാധിക്കും. അതായത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലുമൊക്കെ വ്യാഴത്തിൻ്റെ സ്വാധീനമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. നല്ല രീതിയിൽ പഠന മികവ് പുലർത്തുവാൻ, അനുയോജ്യമായ വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടുവാൻ, ആ പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് നല്ല അധ്യാപകരെ കിട്ടുവാൻ, അങ്ങനെ പോകുന്നു ആ ഒരു വലിയ ശൃംഖല. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല. ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുവാൻ പഠിക്കുന്നവർ, രാജിവെച്ച് പഠിക്കുന്നവർ, അല്ലാതെ പഠിക്കുന്നവർ, അവർക്കൊക്കെ മികവ് പുലർത്തുന്നതിനും നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത്. അതുപോലെ ശോകം പാപം വേഞ്ച പതനം നിരയുമാകുമ്പോൾ സ്ഥാനഭ്രംശം വൈകല്യം, അങ്ങനെ പലതരത്തിലും നോക്കുമ്പോൾ അധികമായ ഒരു തരം താഴ്ത്തലിനൊന്നും സൂചനയില്ല. സർവപ്രണാശോ വിപദവാപവാദോ കേതുപ്രദേശവും മരണസിദാസ്യ മഠാധികം വേസ്പഗതാച്ച വിഘ്ന വിചിന്തനീയ പുനരഷ്ടമേന എന്ന പ്രമാണപ്രകാരം സർവദുഃഖ ദുരിതനാശതാപ ക്ലേശ ഭാവങ്ങളിലേക്കും ആ വ്യാഴം പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നതിനാൽ മിഥുനം രാശിയുടെ അഷ്ടമഭാവമായ മകരം രാശിയിലേക്ക് ആ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് ഉച്ചം ചെയ്തുകൊണ്ട് ആ രാശി ദൃഷ്ടി ചെയ്യുന്നതിനാൽ അധിക രോഗാവസ്ഥകളിൽ പെട്ടുകിടക്കുന്നവരാണ് എങ്കിൽ പോലും ഈ വർഷം ആ രോഗത്തിനൊക്കെ ശമനമുണ്ടാകും. ചികിത്സകളൊക്കെ ഫലിക്കും. ദീർഘായുസ്സായിരിക്കുവാനും ഒക്കെ യോഗമുണ്ട്. അധിക ദുഃഖ ദുരിതങ്ങളൊന്നും ബാധകമല്ല. അവരവരെ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ വേണം, ക്ഷമ വേണം, വിട്ടുവീഴ്ച വേണം. അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ജലയാത്രകൾ പാടില്ല. പൊക്കത്തിലൊക്കെ കയറുന്നവർ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ കയറാവുള്ളൂ. സേഫ്റ്റി ബെൽറ്റുകൾ, ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നവർ ലൈൻ ഓഫ് ചെയ്തിട്ടൊക്കെ ആകാവുള്ളൂ. ധൃതി വെച്ച് ചെയ്തോ എന്നൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ ചിലർ രഹസ്യമായിട്ട് ചെയ്യും. കയറ്റി ചെയ്ത് കഴിഞ്ഞ് അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് സൈനിക വിഭാഗത്തിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ബാധകമാണ്. എല്ലാവർക്കും വിജയങ്ങൾ വന്നു ചേരും. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.